കൊല്ലം ഇടമുളയ്ക്കൽ ബാങ്ക് ക്രമക്കേട് കേസിൽ ഇഡിയുടെ അന്വേഷണ ചുമതല ഏറ്റെടുക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. നിക്ഷേപ തുക ഉടൻ മടക്കി നൽകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി പറഞ്ഞു. ആരോപണ വിധേയരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യരുതെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നത്. രേഷ്മ, വിശദാംശങ്ങൾ. കൊല്ലത്തെ ഇടമുളക്കൽ സഹകരണ ബാങ്കിൽ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതി ഇഡി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ECIR രജിസ്റ്റർ ചെയ്യാനായിട്ട്, അതായത് ECIR എന്ന് പറയുന്നത് സാധാരണ പോലീസ് കേസിൽ FIR പോലെയുള്ള അതാണ്. അത് ഇഡി കേസിൽ വരുമ്പോൾ ECIR ആകും. ഈ ECIR രജിസ്റ്റർ ചെയ്യാനായിട്ടാണ് നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ നടപടി റിപ്പോർട്ടും ഹൈക്കോടതി മുൻപാകെ സമർപ്പിക്കണമെന്നും ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആരോപണ വിധേയരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ യാതൊരു ഘട്ടത്തിലും ക്രയവിക്രയം ചെയ്യരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. നിക്ഷേപ തുക ഉടൻ മടക്കി നൽകാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് മാത്രമല്ല, സംസ്ഥാന സർക്കാരും ഈ പ്രതികളുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇഡിക്ക് നൽകുകയും വേണം. പ്രതികളെ അറസ്റ്റ് ചെയ്തോ എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കണം. എന്തായാലും നേരത്തെ തന്നെ ഹൈക്കോടതി ഇന്ന് ഈ ഒരു ഹർജി പരിഗണിച്ച സമയത്ത്, അതായത് ഈ നിക്ഷേപ തുക തനിക്ക് തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാങ്കിലെ തന്നെ നിക്ഷേപകൻ നൽകിയ ഹർജിയിലാണ് നിലവിൽ ഇഡി അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇന്നത് പരിഗണിച്ച സമയത്ത് തന്നെ ഈ ക്രമക്കേട് നടത്തിയവരെ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു സംശയം ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. അതായത് സർക്കാർ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. ഒപ്പം തന്നെ കൃത്യമായ വിവരം ഇതുമായി ബന്ധപ്പെട്ട് നൽകാത്ത പക്ഷം സർക്കാരിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നുള്ള നിലപാടും ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചിരുന്നു. എന്തായാലും നിലവിൽ ഈ സാമ്പത്തിക ക്രമക്കേട് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇഡി അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ECIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം അതിന്റെ നടപടി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഇഡി സമർപ്പിക്കുകയും വേണം. അതുവരെ ഈ ആരോപണ വിധേയരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യരുതെന്നുള്ള ഉത്തരവും ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ദേവിക.